മാങ്ങാക്കാലം തുടങ്ങി. കണ്ണിമാങ്ങ കുറേശ്ശെ വീഴുന്നുണ്ട്, അതുപോലെ തന്നെ കുറച്ച് വലുപ്പമുള്ള മാങ്ങകൾ വാടി വീഴുന്നുണ്ട്. ഒക്കെ കൂടി പെറുക്കി കൂട്ടാണ്. ഇക്കൊല്ലം കടുമാങ്ങയ്ക്ക് മാങ്ങ കിട്ടിയിട്ടില്ല. എന്താ വെച്ചാൽ അത്ര ഒന്നിച്ച് പൂത്തിട്ടില്ല, അവിടെയും ഇവിടെയും പൂത്തിരിക്കുകയാണ്. അപ്പോൾ ഉള്ള മാങ്ങയൊക്കെ പെറുക്കി കൂട്ടി ഒരു കുഞ്ഞ് നുറുക്ക് മാങ്ങ ഉണ്ടാക്കുകയാണ്. ഉപ്പും മുളക് പൊടിയും വെളിച്ചെണ്ണയും ഒക്കെ കൂടിയിട്ട് പൊത്തി വയ്ക്കുക. അത് കഴിഞ്ഞ് കുറച്ച് വെള്ളം ഊറാൻ തുടങ്ങിയാൽ കുറച്ച് കായപ്പൊടി കൂട്ടുക. ഉലുവപ്പൊടി വേണമെങ്കിൽ കൂട്ടാം. ഉലുവപ്പൊടി കൂട്ടിയ സ്വാദാണ്. ചിലർക്ക് ഉലുവപ്പൊടി ഇഷ്ടാവില്ല. ഇനി അത് കൂട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതിൽ നല്ലോണം വറവിടണം. ആ വറവിടുമ്പോൾ തന്നെ കുറച്ച് മുളക് പൊടി ഞാൻ ചൂടാക്കിയിട്ട് ഇടാറുണ്ട്. അപ്പോൾ പച്ചയിലും മുളക് പൊടി ഇടണം, കുറച്ച് ചൂടാക്കിയിട്ട് മുളക് പൊടി ഇടുക. മുളക് പൊടി ചൂടാക്കുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ പെട്ടെന്ന് ചൂടാവും. അപ്പോൾ എണ്ണയിൽ ചൂടാക്കുമ്പോൾ കരിയാണ്ട് നോക്കണം. അതൊരു പ്രത്യേക സ്വാദുമാണ്, ഒരു പ്രത്യേക കളറും കിട്ടും. അപ്പോൾ എന്തായാലും നിങ്ങളിങ്ങനെ ഉണ്ടാക്കി നോക്കൂ കേട്ടോ. എല്ലാവർക്കും കണ്ണിമാങ്ങയൊക്കെ കുറേശ്ശെ കിട്ടുന്നുണ്ടാവില്ലേ എവിടുന്നെങ്കിലുമൊക്കെ. കടയിൽ നിന്ന് വാങ്ങണത് വെച്ചാൽ മൂവാണ്ട മാങ്ങ ചോദിച്ചു വാങ്ങിയാൽ മതി, നല്ല സ്വാദാണ്. മാങ്ങാക്കറി, നുറുക്ക് മാങ്ങ, അപ്പം നുറുക്കി, അങ്ങനെയൊക്കെ പേരുണ്ട് ഇതിന്. എന്തായാലും ചോറിൻ്റെ പടി പൊളിയാണ്.